നമ്മളിവിടെ നാച്ചുറലായിട്ടുള്ള അല്ലേ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് കാര്യം നേടണം എന്നുള്ളവർക്ക് വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. നമ്മളിപ്പോൾ നേപ്പാളിൽ ബൊക്കാരയിൽ തടാകത്തിൻ്റെ സൈഡിലാണുള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്വിമ്മിങ്ങും കുക്കിങ്ങും ഒക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ബോട്ടിങ് സർവീസും കയാക്കിങ്ങും കാര്യങ്ങളും മൊത്തം ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ കുക്കിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആ കാണുന്ന നമ്മളിപ്പോ നേപ്പാളിൽ നിന്ന് ഇവിടെ പാക്കേജ് എടുത്തിട്ട് അല്ലാണ്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു വൈബ് പോലും കിട്ടിയിട്ടുണ്ടാവോ? അതുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇല്ല, കാരണം നമ്മളെ വിശ്വസിച്ചിട്ട് ഒരാൾ അയാളുടെ സ്വന്തം ബോട്ട് തരിക കേട്ടോ. അയാളുടെ സ്വന്തം ബോട്ട് നമ്മളെ വിശ്വസിച്ചിട്ടുണ്ട് തരിക. എന്നിട്ട് പറഞ്ഞ് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ 12 മണി ആ സമയത്ത് തന്നാൽ മതി. ഇപ്പം ഏകദേശം സമയം ഇവിടെ ഇപ്പോൾ 7 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്. ആ തലക്കുന്ന് ഇങ്ങോട്ട് എത്താൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്, 1 മണിക്കൂർ എടുത്തിട്ടുണ്ട്. എത്താൻ കുറച്ചും കൂടി ഉണ്ട്, പക്ഷേ അത്രയും ദൂരമുണ്ട്. അതായത് ആ സിറ്റി നമുക്ക് കാണിച്ചു കൊടുക്കാം. എൻ്റെ ബാക്കിലാ കാണുന്ന സിറ്റിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അതെ, അപ്പോൾ ഇത്രയും ദൂരം കൂടി ഇനി ഞങ്ങൾക്ക് പോകാനുള്ളൂ. ഏകദേശം 3/4 ഭാഗം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഒരു 1 hourൽ. പക്ഷെ എങ്ങനെ ആയാലും അയാൾ പറഞ്ഞ് നമ്മളോട് എന്ത്, നിങ്ങൾ പോയിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ 4 മണി 12 മണിക്ക് സാധനം കിട്ടിയാൽ മതി, അതുവരെ നിങ്ങൾക്ക് ഇത് നിങ്ങളെ സ്വന്തമാണ്. മൂപ്പര് AK-47 എന്തെന്നാണ് പറഞ്ഞത്. നമുക്കിത് ഇവിടെ മെഴ്സിഡീസാണ് അല്ലേ, വെള്ളത്തിലോടുന്ന മെഴ്സിഡീസ്. ഇനി വരുമ്പോ ചാവോ ജീവിക്കുന്ന ഇതാണ് എൻ്റെ ഡ്രൈവർ. ന്യൂ ഡ്രൈവർ നാട്ടിൽ പോയിട്ട് ഞാൻ എന്താ പണി. അതെ, ഇനിയിപ്പോ പണിയൊന്നും കിട്ടിയില്ല. പണി വാങ്ങാനും പ്രശ്നമില്ല, ഞാൻ ചൂണ്ടിട്ടിട്ട് ചോദിച്ചു ഒരു ബോട്ട് വാങ്ങണമെന്ന്. അതാണ് അടുത്ത പരിപാടി. പിന്നെതാ ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വ്യൂ എന്താണെന്നറിയോ? ഇവിടെ സ്വർഗം തന്നെ പറയാം അല്ലേ ചെവിയ? സത്യത്തിൽ സ്വർഗം പോലത്തെ സ്ഥലമാണ്. അതെ, ഇതൊക്കെ കാണാണ്ട് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ മൂപ്പരാള് ചോദിച്ചുല്ലേ ഇങ്ങനൊക്കെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് നിങ്ങൾ എന്താ കണ്ടെന്ന്. ഈ ലേക്കിന്റെ ചുറ്റുവട്ടും പർവ്വതങ്ങളാണ് കേട്ടോ, മലകള്, നല്ല മലകളുടെ സൈഡിൽ മഞ്ഞൊക്കെ ആയിട്ട് സ്ഥലമാണ്. നമ്മള് വന്നത് വന്ന സ്ഥലം ഒന്നും കാണാൻ നമ്മളൊന്ന് പവറാ. സോ ഫൈനലി ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു. ഏകദേശം 1 മണിക്കൂറത്തെ കഷ്ടപ്പാടിനാണ്, കിലോമീറ്ററുകളോളം താണ്ടി ബോട്ടിൽ ഞങ്ങളിതാ എത്തി. ഞങ്ങളെ ബോട്ട് ഇവിടെ നങ്കൂരം ഇടാൻ പോവാണ്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ അപ്പുറത്തൊരു വാട്ടർഫാൾ ഉണ്ട്, ഒരു ഹിഡൻ സ്പോട്ട്. അവിടെ പോയിട്ട് കുക്കിങ് മറ്റ് കുളിക്കുന്ന വീഡിയോ പരിപാടിയൊക്കെ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്രാങ്ക് ഇറങ്ങിയിട്ട് തോണി ഇവിടെ കെട്ടിയിടുകയാണ്. കണ്ടോ, വിജനമായ സ്ഥലം. അവിടെ അതുപോലെ തന്നെ ബോട്ടിൽ വന്നിട്ടുള്ള ആൾക്കാരാണിത്. ആ ബോട്ടിൻ്റെ സഞ്ചാരികൾ പോയിട്ടുണ്ട്, പാസഞ്ചേഴ്സ് പോയിക്കണ്, ബോട്ടിൻ്റെ ഡ്രൈവറാണ് നിൽക്കുന്നത് അല്ലേ. നമുക്ക് പക്ഷേ ഡ്രൈവറില്ല, ഒന്നുമില്ല, നമ്മളതിന് ഒറ്റത്തടി ആണ്. സ്രാങ്ക് ചങ്ങലെടുത്തു, കണ്ണൻ സ്രാങ്ക്. സ്രാങ്കിന്റെ പിള്ളേരെ തൊടുന്നോടാ, നേരെ കെട്ടിക്കണില്ലേ? തിരിച്ചു വരുമ്പോ ഇവിടെ ഉണ്ടാവൂലേ? തിരിഞ്ഞ് നല്ല കാണുള്ള നട്ടോ. ചെയ്യൂലട്ടോ, ഇതിന് റീടേക്ക് ഒന്നുമില്ല. ഫൈനലി നമ്മളെ ബോട്ടിലെ തുഴച്ചിലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കരക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നേപ്പാളിൽ അധികം ആൾക്കാരൊന്നും അങ്ങനെ സന്ദർശിച്ചിട്ടില്ലാത്ത ഒരു ഹിഡൻ ആയിട്ടുള്ള വാട്ടർഫാൾ തേടിയിട്ട് നമ്മൾ വന്നതാണ്, സ്വന്തം ബോട്ട് എടുത്തിട്ട്. അപ്പം ഇനി ഇവിടെ നിന്നാണ് നമ്മളെ കുക്കിങ്ങും പരിപാടിയൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് മേലെ വാട്ടർഫാൾ പോയിട്ട് അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ കാണിച്ചു തരും. പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാൻ അതിന് പറ്റിയൊരു സാധനം ടോയ്ലറ്റ്.
ഇവിടെ ഒരു പറമ്പിൽ വാട്ടർഫാളിലേക്ക് പോകുന്ന അതിൽ ഒരു ടോയ്ലറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഷബീബ് അതിൽ കയറിയിരിക്കണം. അപ്പോൾ ഫൈനലി ഷബീബ് അവൻ്റെ കാര്യം നേടാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യസ്ഥാനം കണ്ടെത്തിയതാണ്. സോ ഗൈസ്, നമ്മളിവിടെ നാച്ചുറലായിട്ടുള്ള അല്ലേ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് കാര്യം നേടണം എന്നുള്ളവർക്ക് വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. ഡോറിന്റെ ലോക്കാണിത്. പിന്നെ അതിലുള്ള വള്ളം കാര്യങ്ങളൊക്കെ നല്ല വിശാലമായിട്ട് റെയിൽവേ സ്റ്റേഷന്റെ ടോയ്ലറ്റിനെക്കാളും വൃത്തിയുണ്ട്. പിന്നെ എന്താ വെച്ചാല് ഇതിക്കുള്ള വെള്ളം നല്ല ശുദ്ധമായ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം. പിന്നെ നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് കാറ്റൊക്കെ ആസ്വദിച്ച് നല്ല പുൽത്തകിടുകളുടെ തലോടലൊക്കെ കൊണ്ടിട്ട് അങ്ങനെ ആസ്വദിച്ചിട്ട് ഷബീബ് അങ്ങനെ ഫൈനലി അവന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിക്കണ്.